السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. നമ്മൾ 27 വരെയുള്ള ആയത്തുകൾ കവർ ചെയ്തു അല്ലേ. 26-ാമത്തെ ആയത്തില് നമ്മൾ കൊതുകിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു കൊതുകിനെ പോലെയുള്ള അത്രയും സിമ്പിൾ ആണെന്ന് അല്ലെങ്കിൽ സില്ലി ആണെന്ന് ആളുകൾ വിചാരിക്കുന്ന ഒരു ഉദാഹരണം പോലും എടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഒരുപാട് ആളുകളെ ഹിദായത്തിലാക്കാനും ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കാനും ആ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് തന്നെ സാധിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അതുവഴി വഴികേടിലാവുന്നവര് എന്താണ് അള്ളാഹു എല്ലാ അങ്ങനെ കുറെ ആൾക്കാരെ വഴികേടിലാക്കുകയും കുറെ ആൾക്കാരെ ഹിദായത്തിലാക്കുകയും ചെയ്യല്ല ചെയ്യുന്നത്. ഒരു കൂട്ടരെ മാത്രമേ അള്ളാഹു വഴികേടിലാക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. ആരെയാണ്? ഫാസിഖീനായിട്ടുള്ള ആളുകളെ. തുടർന്ന് 27-ാമത്തെ ആയത്തില് ആരാണ് ഫാസിഖുകള് എന്ന് നമ്മൾ കണ്ടു അല്ലെ. അത് നമ്മൾ കുടുംബ ബന്ധത്തിന്റെ കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ചർച്ച ചെയ്തിരുന്നു 27-ാമത്തെ ആയത്തിലും. എന്തായാലും എക്സാം വരുമ്പോൾ എല്ലാവരും അതൊന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് 28-29 ആയത്തുകൾ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. 28-ാമത്തെ ആയത്ത്. എങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കും? നിങ്ങൾക്ക് ജീവനില്ലായിരുന്നു, പിന്നെ അവൻ ജീവൻ നൽകി. അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കും, വീണ്ടും ജീവിപ്പിക്കും. അവസാനം അവങ്കിലേക്ക് തന്നെ നിങ്ങളെല്ലാം തിരിച്ചു ചെല്ലും. നമുക്ക് വാക്കർത്ഥം ഒന്ന് കണ്ടിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. കൈഫ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമാണ്. ഓക്കെ, ഹൗ എങ്ങനെ എന്നുള്ള അർത്ഥം. തക്ഫുറൂന കാഫ് ഫ റ. നമ്മൾ ഈ റൂട്ടിലുള്ള ഒരുപാട് വാക്കുകളിന് മുമ്പ് കണ്ടു അല്ലെ. തെക്ഫുറൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും. കാഫിർ എന്നുള്ള വാക്ക് വരുന്ന അല്ലെ, നിഷേധം. അതിൽ നിന്നാണ് കഫറയിൽ നിന്ന് വരുന്നതാണ് തെക്ഫുറൂന, നിങ്ങൾ നിഷേധിക്കും. അപ്പം കൈഫ തെക്ഫുറൂന എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും. ബില്ലാഹി അല്ലാഹുവിനെ. വകുന്തും നിങ്ങളായിരുന്നു, ഒരു പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾ എല്ലാവരും, കുന്തും ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും. അംവാതൻ എന്ന് വെച്ചാല് ജീവനില്ലാത്തവര്, മരിച്ചവര് ആയിരുന്നു. ഫഅഹ്യാകും എന്നിട്ട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. അഹ്യാകും ഹ യ ആണ് റൂട്ട്. അംവാതൻ മീം വാ ത. സുമ്മ പിന്നീട്, ഇതൊരു ഓർഡർ ആണ്. സുമ്മ അത് കഴിഞ്ഞിട്ട് ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് കഴിഞ്ഞിട്ട് എന്നുള്ള പോലെ പറയുമ്പോൾ ഒരു സീക്വൻസ് പറയാൻ വേണ്ടിയിട്ടാണ് സുമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട്. യുമീതുക്കും നിങ്ങളെ അവൻ നിങ്ങളെ മരിപ്പിക്കും. കും നിങ്ങൾ എല്ലാവരെയും. ഖ നീ ഒരാള്, കും നിങ്ങൾ എല്ലാവരും. എപ്പോഴും അവസാനം അറ്റാച്ച്മെന്റ് കും വരുമ്പോൾ നിങ്ങൾ എല്ലാവരും, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. യുമീതുക്കും അവൻ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ പിന്നീട്, പിന്നെ അതിനുശേഷം യുഹ്യീക്കും അവൻ നിങ്ങളെ ജീവിപ്പിക്കും. സെയിം റൂട്ട്. ഹ യ. സുമ്മ പിന്നീട്, വീണ്ടും ഒരു പിന്നീട് പറയാണ്. ഇലൈഹി അവനിലേക്ക്. ഇല പ്ലസ് ഹുവ ആണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവനാണ്. ഹുവന്റെ അറ്റാച്ച് ചെയ്യുന്ന ഫോം ഹു ആണ്. ഇല പ്ലസ് ഹു ആണ് ഇലൈഹി എന്ന് ആവുന്നത്. ഓക്കെ, അവനിലേക്ക്. ഈ പാർട്ടൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പറ്റുന്നവരെ എടുക്കുക, അല്ലാത്തവരെ വിട്ടേക്കുക. തുർജഊൻ റ ജീം ഐൻ റൂട്ടാണ്. നിങ്ങൾ മടക്കപ്പെടും. അപ്പൊ അത്രയാണ് റൂട്ട് അല്ലെങ്കിൽ വാക്കർത്ഥങ്ങൾ. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കൈഫ തക്ഫുറൂന ബില്ലാഹി. കൈഫ എങ്ങനെ, ചോദ്യമാണ് അല്ലെ. എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു, ഒരു ചോദ്യമാണ്. ശരിക്കും ഇതൊരു അത്ഭുതം കൂറുന്ന ഒരു ചോദ്യമാണ്. തക്ഫുറൂന ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ നിഷേധിക്കുന്നു.
നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അവിശ്വസിക്കാൻ പറ്റുന്നത്? എന്ത് റീസൺ ആണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ അവിശ്വസിക്കാനുള്ളത്, അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കാനുള്ളത്? എന്നിട്ട് അതിന്റെ കാരണങ്ങൾ നിരത്തുകയാണ്. ഇങ്ങനെ ചോദിക്കാനുള്ള കാരണങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് എങ്ങനെ അവിശ്വസിക്കാൻ പറ്റുന്നു? അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത്? വകുന്തും അംവാതൻ, നിങ്ങളായിരുന്നു എന്ത്? അംവാതൻ. അംവാതൻ എന്ന് പറയുന്നത് മയ്യിത്ത്. മയ്യിത്ത് എന്ന വാക്കിന്റെ പ്ലൂറൽ ആണ് അംവാത്ത്. ഓക്കെ, മയ്യിത്ത് മീം വാവ് ത. മയ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. മയ്യത്ത് എന്ന് പറഞ്ഞാല് മീം വാത്ത എന്ന് പറഞ്ഞാൽ മൗത്ത്. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം. മരണത്തിൽ നിന്ന്, അതായത് മരിച്ച ആൾക്കാണ് മയ്യത്ത് എന്ന് പറയുന്നത്. മയ്യത്തിന്റെ പ്ലൂരലാണ് അംവാത്ത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ്? മരിച്ചവരായിരുന്നു, അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തവര് ആയിരുന്നു അല്ലെ. മൗത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മനുഷ്യന്റെ ശരീരവും നഫ്സും, ശരീരവും റൂഹും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സെപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ് മൗത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് മൗത്ത് എന്ന് പറയുന്നത് അല്ലെ. നമ്മള് മനുഷ്യജീവികള് എന്താണ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ശരീരവും ഉണ്ട്, അതിന്റെ കൂടെ നമുക്ക് റൂഹുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്, നഫ്സ് ഉണ്ട് അല്ലെ. അപ്പം അത് രണ്ടും കൂടെ യോജിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷെ രണ്ടും സെപ്പറേറ്റ് ആവുമ്പോൾ അവൻ മരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പം ഇവിടെ പറയുന്ന മൗത്ത് എന്ന് പറയുന്നത് നഫ്സും ബോഡിയും, അല്ലെങ്കിൽ റൂഹും ബോഡിയും സെപ്പറേറ്റ് ആയിരിക്കുന്ന അവസ്ഥ. വകുന്തും അംവാതൻ, നിങ്ങൾ മരിച്ചവരായിരുന്നു അല്ലെ. അതെന്താ ഇവിടെ മരിച്ചവരായിരുന്നു എന്ന് പറയാനുള്ള കാരണം? ഒന്നും ആയിരുന്നില്ല അല്ലെ. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരു ശരീരം തന്ന് അതിൽ റൂഹ് ഇടുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും എന്തായിരുന്നു? നമുക്ക് റൂഹും ശരീരവും ഒന്നിച്ചില്ലാത്തൊരവസ്ഥയായിരുന്നു അല്ലെ. അതായത് മൗത്ത് തന്നെയായിരുന്നു ആ സമയത്ത്. നമ്മൾ ഒന്നും ആയിരുന്നില്ല, നമ്മൾ ജീവിക്കുന്നുണ്ടായിരുന്നില്ല, നമ്മളെ ആർക്കും അറിയുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആർക്കും നമ്മളെ അറിയുമായിരുന്നില്ല. നമ്മള് ഭൂമിന്റെ മേലെ നമ്മളുടെ ജീവന്റെ ഒരു അടയാളം പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ. വകുന്തും അംവാതൻ, നിങ്ങൾ മരിച്ചവരായിരുന്നു. എന്നിട്ട് ആരാ നമുക്ക് ജീവൻ തന്നത്? ഫഅഹ്യാകും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് തന്നു? ജീവിതം തന്നു. അഹ്യ, ഹ യ യ, ഹയാത്ത്. ഹയാത്ത് എന്ന് പറയുന്ന വാക്കാണ് അഹ്യ. ഓക്കെ, ഇതും നമ്മൾ മുമ്പ് 26-ാമത്തെ ആയത്തിൽ പറഞ്ഞ യസ്തഹി അല്ലെ. യസ്തഹി, അതും ഹ യ യ റൂട്ട് തന്നെയാണ്. പക്ഷെ അത് അവിടുത്തെ വാക്ക് ഹയാ ആണ്. ഹയാ എന്താണ്? ലജ്ജ, നാണം ആണ് അത്. ഹ യ യ, ഇവിടെ ഹ യ യ തന്നെ റൂട്ട്, പക്ഷെ വാക്ക് ഹയാത്തുൻ, അതായത് ജീവിതം, ജീവൻ എന്നർത്ഥം വരുന്നത്. ഫഅഹ്യാക്കും, അപ്പം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ജീവൻ നൽകി. എങ്ങനെ? നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അല്ലെ. പക്ഷെ ഇവിടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതോടെ തീരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുകയല്ല. സുമ്മ യുമീത്തുക്കും, പിന്നെയും അള്ളാഹു എന്ത് തരും? നിങ്ങൾക്ക് മരണം തരും. അപ്പം ആദ്യം നിങ്ങൾ മരിച്ച അവസ്ഥയിലായിരുന്നു, പിന്നെ നിങ്ങൾക്ക് ജീവൻ തന്നു. സുമ്മ യുമീത്തുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കും അവൻ. നിങ്ങളുടെ സമയം ഇവിടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ റൂഹും ശരീരവും വേർതിരിക്കും. സുമ്മ യുഹീക്കും, എന്നിട്ട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എപ്പം? പരലോകത്ത് അല്ലെ. അവസാനത്തെ നാളില്, യൗമുൽ ആഖിറത്തില് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ നിങ്ങൾ മരിച്ചവരായിരുന്നു, അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിതം നൽകി, പിന്നെ നിങ്ങൾ ഭൂമിയിൽ വീണ്ടും മരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ജീവിതം നൽകും. 2 പ്രാവശ്യം ജീവിക്കുകയും ചെയ്യുന്നുണ്ട്, 2 പ്രാവശ്യം മരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ അള്ളാഹു പിന്നെ നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാല് പിന്നെ നിങ്ങൾക്ക് മരണമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ഉള്ളത്? സുമ്മ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും. തുർജഊൻ, റോ ജീം ഐൻ, റുജൂ എന്ന് പറഞ്ഞാല് മടങ്ങി പോവുക, തിരിച്ചു പോവുക. അതായത് നമ്മൾ വന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിനാണ് റുജൂ എന്നൊക്കെ പറയുന്നത്, മടങ്ങി പോവുക. അപ്പൊ നിങ്ങൾ വന്നിടത്തേക്ക് തിരിച്ചു പോകും. എവിടുന്നാ നമ്മൾ വന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്. നമ്മൾ എങ്ങോട്ടാ പോണത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്. സുബ്ഹാനല്ലാഹ്. എന്തിനാ നമ്മൾ തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകുന്നത്? നമ്മൾ ഇവിടുന്ന് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം അല്ലെ, അതിനൊക്കെ വെയിറ്റ് നോക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടി, ലാഭമോ നഷ്ടമോ തീരുമാനിച്ചിട്ട് അത് നമുക്ക് കിട്ടാൻ വേണ്ടി. അപ്പം കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഅഹ്യാക്കും അല്ലെ. നിങ്ങൾ ആദ്യം മരിച്ചവരായിരുന്നു, ഫഅഹ്യാക്കും, പിന്നെ ജീവിതം നൽകി. സുമ്മ യുമീത്തുക്കും, പിന്നെ നിങ്ങളെല്ലാവരെയും മരിപ്പിച്ചു. സുമ്മ യുഹ്യീക്കും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവൻ നൽകും. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പം അതാണ് ആയത്ത് 28ന്റെ അർത്ഥം അല്ലെങ്കിൽ തഫ്സീർ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇതിൽ നിന്നും ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ളതെന്ന് ചെറിയ തോതിൽ നമുക്ക് പറഞ്ഞു വെക്കാം. ഏതൊരായത്തും പറയുന്നത് പോലെ ഈ ഒരു തദബ്ബറിൽ നിങ്ങൾ നിർത്തരുത്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ ബേസിക് വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ തരുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് അവിശ്വാസികളുടെ കാര്യം അല്ലെ. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, ഷോക്കിംഗ് ആണ് അവരുടെ കാര്യം അല്ലെ. അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരാളെ ഏറ്റവും മിനിമം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ എവിടെന്നാ വന്നേന്നല്ലേ, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന്. ഏതൊരാളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്, ഞാൻ എവിടെ നിന്നാ വന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോണത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത് അല്ലേ. അത് ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പം ഒന്നുമല്ലാത്തതിൽ നിന്ന് അള്ളാഹു അവനെ ഉണ്ടാക്കുകയും ചെയ്തു, ജീവിപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് മരിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടക്കുകയും ചെയ്യും. പക്ഷേ എന്നിട്ടും അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. എങ്ങനെയാണ് ഇത് അവർക്ക് സാധിക്കുന്നത്? അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമുള്ള കാര്യമാണ്. അത്രക്ക് അവന്റെ തലയിലുള്ളത് അല്ലെ, അവന്റെ തലച്ചോറ് അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ മൈൻഡ് ഉപയോഗിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ് അല്ലെ. നിങ്ങൾ ഹൃദയങ്ങളിൽ പൂട്ടിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച പോലെ അത്രക്ക് അവൻ യൂസ് ചെയ്യുന്നില്ലേ? നമ്മൾ ആരാണെങ്കിലും ലൈഫിൽ ഒരു സ്റ്റേജിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലെ. സ്വാഭാവികമായും അതിന്റെ കൂടെ വരുന്ന ചിന്തകളാണ് എവിടുന്നാ വന്നേ, എങ്ങോട്ടാ പോണേ എന്നൊക്കെയുള്ള ചോദ്യങ്ങള്. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാര് മനസ്സിലാക്കും, കാരണം അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ട് ജനിക്കുന്നതും മരിക്കുന്നതും. അതിനൊരു എക്സ്ക്യൂസും ഇല്ല അല്ലെ. ഭൂമിയിൽ ജനിക്കുന്നതും മരിക്കുന്നതും ഇന്ന് വരെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതൊരാൾക്കും അറിയാം ഞാൻ മരിക്കും എന്നുള്ളത്, എന്നിട്ടും അവൻ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. അവന്റെ സൃഷ്ടാവ് അള്ളാഹു എന്നുള്ളതിനേക്കാളും അവന്റെ സൃഷ്ടാവ് എന്നൊന്നുണ്ടോന്ന് പോലും അവൻ ചിന്തിക്കുന്നില്ലേ. ചിന്തിച്ചിട്ടാണല്ലോ അവർ അതിലേക്ക് എത്തേണ്ടത് അല്ലെ. ഭയങ്കര അത്ഭുതം തന്നെയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും. പിന്നെ നമ്മൾ ഈ ഒരു ആയത്തിൽ നിന്ന് ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, അള്ളാഹ്ക്ക് എല്ലാം പറ്റും, എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹ് അല്ലെ. നിങ്ങൾക്ക് ജീവിതം തരുന്നു, നിങ്ങൾക്ക് മരണം തരുന്നു, വീണ്ടും നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ മരിപ്പിച്ചു, പിന്നെ ജീവിപ്പിച്ചു, പിന്നെയും മരിപ്പിച്ചു, പിന്നെയും നിങ്ങളെ ജീവിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും നമ്മളെന്ന വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളെ. ആ റൂഹ് നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ നമ്മളെ ആ ഒരു ഇതിനകത്ത് ഊതിയിട്ട് നമുക്കൊരു ബോഡി തന്ന് അങ്ങനെ നമ്മൾ ജീവനുള്ളതായിട്ട് മാറുകയാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചത് നടക്കുമോ ഇങ്ങനെ ചെയ്യാന്? സയൻസിന് ഇതുവരെ വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടോ? ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അങ്ങനെ ഒരു കാര്യം നടത്താൻ പറ്റിയിട്ടുണ്ടോ? ആർക്കും പറ്റിയിട്ടില്ല അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം പറ്റുന്ന അള്ളാഹുവിന്റെ ഒരു കഴിവാണ് അത്. ജീവൻ ഉണ്ടാക്കുക, മരിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹു ആ റൂഹ് എന്ന് പറയുന്നത് അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഊതി അവൻ ഒരു ശരീരമായിട്ട് പുറത്തെത്തുമ്പോൾ അല്ലെ, അവൻ ചലിക്കാൻ തുടങ്ങുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ് അല്ലെ. ഇതേ മനുഷ്യനെ അള്ളാഹു പിന്നെ മരിപ്പിക്കും, എന്നിട്ട് ഇതേ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും ജനിപ്പിക്കും. അപ്പം ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവാണ്, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ ആയത്തിൽ നിന്നും എടുക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് എന്താണ്, നമ്മളുടെ യൗമുൽ ഖിയാമയില് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെ. നമ്മള് എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ, അതിന്റെ തെളിവും കൂടെ ഈ ആയത്തിലുണ്ട്. കഴിഞ്ഞ കുറെ ആയത്തുകളിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച്, അള്ളാഹുവിന്റെ ഏകത്വത്തിനെ കുറിച്ച് പഠിച്ചു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിച്ചു അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പഠിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ എന്നിട്ട് ഇവിടെ എന്താണ്, നമ്മളെ പരലോകത്തിന്റെ വിശ്വാസത്തിലേക്ക് കൈ ചൂണ്ടാണ് അല്ലെ. പരലോകം അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു നാളുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് ആയത്തുകളിൽ മുത്തഖീന്റെ ലക്ഷണങ്ങൾ പഠിച്ച സമയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അല്ലെ, എന്താണ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് ആര്? മുത്തഖീങ്ങള്. അപ്പൊ ആ ഒരു വിശ്വാസം എന്നുള്ള ഈമാൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒക്കെ കേട്ടപ്പോ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാരും ഒന്ന് വിറച്ചിട്ടുണ്ട് അല്ലെ. ഈ പറഞ്ഞ ഈമാൻ നമുക്കില്ലല്ലോ, ഈ പറഞ്ഞ ഗൈബിൽ നമ്മൾ മുഴുവനായിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ അല്ലെ. ഇപ്പോഴും എന്റെ ഈമാനിൽ എവിടേക്കോ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അതില് മുത്തഖീന്റെ ലക്ഷണത്തിൽ വേറെ ഒന്ന് കേട്ടിരുന്നു, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ
അല്ലെ? അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് മുത്തഖിയാവാനുള്ള യാതൊരു ക്വാളിറ്റിയും എനിക്കില്ല. അള്ളാഹു എനിക്ക് എങ്ങനെ മുത്തഖിയാവാം? കാരണം നീ പറയുന്നുണ്ടല്ലോ എന്താണ് ഹുദൻ ലിൽ മുത്തഖീൻ ല്ലേ? ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഹിദായത്ത് മുത്തഖീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നീ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ റബ്ബേ. ഈ പറഞ്ഞ ഒരു ലക്ഷണങ്ങളിലും നമ്മൾ എത്തുന്നില്ലല്ലോ. നമ്മൾ പലരുടെയും മനസ്സിൽ കൂടെ പോയ ചിന്തയാണല്ലേ. പക്ഷെ വിഷമിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മളെ അറിയാം. അള്ളാഹ്ക്കറിയാം അള്ളാഹ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്തിട്ടുള്ള ആ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, മുത്തഖിയാവാനുള്ള കുറച്ച് കണ്ടീഷൻസ്, അത് നമ്മൾക്ക് അത്ര എളുപ്പമൊന്നും അല്ലാന്ന് അള്ളാഹ്ക്കറിയാം. സുബ്ഹാനല്ലാഹ്, നമ്മളെ സൃഷ്ടിച്ച റബ്ബിനറിയാം. ആ ഒരു 2 ആയത്തിൽ അത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് നാളെ തന്നെ മുത്തഖിയാവാൻ പറ്റൂല. അപ്പം അള്ളാഹു എല്ലാ കാര്യത്തെ പോലെ തന്നെയും നമ്മളെ സഹായിക്കുന്നു, വീണ്ടും സഹായിക്കുക, വീണ്ടും സഹായിക്കുക. അതേ കാര്യങ്ങൾ അള്ളാഹു എന്താണ് വീണ്ടും പല പല മോഡുകളിൽ പല പല എക്സാമ്പിൾസ് വെച്ച് പല പല ചിന്തകൾ തന്നിട്ട് അള്ളാഹ് നമുക്ക് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എളുപ്പമാക്കി തരാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ കേട്ടപ്പോ ശരിക്കും നമുക്ക് ബേജാറായിരുന്നു അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് അറിയാം നിങ്ങൾ ആ ഒരു കഷ്ണം ആയത്ത് കേട്ടത് കൊണ്ട് നമുക്ക് മാറാൻ പറ്റൂല. നമുക്ക് ഇനിയും 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 പല രീതിയിൽ പറഞ്ഞു തരണം. ചിലത് ചിലർക്ക് വർക്ക്ഔട്ട് ആവും, ചിലത് ചിലർക്ക് വർക്ക്ഔട്ട് ആവൂല. ചില സമയത്ത് ചില കാര്യങ്ങൾ ചില ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലർക്ക് മനസ്സിലാവും. അപ്പം അള്ളാഹു പല രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് അള്ളാഹ് വീണ്ടും 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 പറഞ്ഞു തന്ന് നമ്മളെ അങ്ങോട്ട് എത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഹിദായത്തിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹൃദയവും ആക്ഷൻസും സെപ്പറേറ്റ് ആക്കി വെച്ചാൽ ഒരിക്കലും നടക്കൂല. അതുപോലെ നമ്മൾ നേടുന്ന ഇൽമും നമ്മളുടെ ബുദ്ധിയും, അതായത് ചിന്തയും ബുദ്ധിയും ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന് ആ നേടുന്ന ഇൽമിന് ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നമ്മളെ പുഷ് ചെയ്യാണ്. എന്തിനു? ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. പല പല ആർഗ്യുമെന്റുകളാണ് അള്ളാഹു തരുന്നത്, പല ചോദ്യങ്ങളാണ് അല്ലെ. ഇവിടെ അള്ളാഹു എന്താ ചോദിക്കുന്നത്? നിങ്ങൾ പണ്ട് ഒന്നും ആയിരുന്നില്ല അല്ലെ, നിങ്ങൾ മരിച്ചവരായിരുന്നോ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ നിങ്ങളെ ജീവിപ്പിച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളെ മരിപ്പിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ അള്ളാഹു കാണിച്ചു തന്നല്ലേ. നിങ്ങൾ ജീവിപ്പിക്കുന്നതും മരിക്കുന്നതും, അല്ലെങ്കിൽ ജീവിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും ആയിരുന്നില്ല. ഈ 3 കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്രയും നിങ്ങൾക്ക് അറിയുമെങ്കിൽ 4മത്തെ ഒരു കാര്യം ഉണ്ടല്ലേ, നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഖുർആൻ എന്ന് പറയുന്നത് ഒരു റൈബും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പുഷ് ചെയ്യാണ്. ഉണ്ട്, യൗമുൽ ആഖിറ ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് യഖീൻ വേണം. അള്ളാഹു ഇതുപോലെ ഒരുപാട് എന്താണ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് ഒരുപാട് റീസൺസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക, കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ക്ഷമയോടുകൂടി ദ്വായോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എങ്ങനെ കൊണ്ടുവരണം? ഒരു മുത്തഖി മൈൻഡ് സെറ്റോട് കൂടി കൊണ്ടുവരണം. മുത്തഖി മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ തഖ്വയുള്ളവന്റെ മൈൻഡ് സെറ്റ് അല്ലെ. തഖ്വ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അള്ളാഹ് ചെയ്യരുത് എന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഞാൻ നിർത്താനും തയ്യാറാണ്. അപ്പൊ ആ ഒരു മുത്തഖി മൈൻഡ് സെറ്റോട് കൂടി മനസ്സ് തുറന്നിട്ട് റബ്ബിന്റെ എല്ലാ കൽപ്പനകളും കേൾക്കാനും അനുസരിക്കാനും തയ്യാറായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, കേൾക്കുക, ചിന്തിക്കുക, സ്വീകരിക്കുക. ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യുക. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ചിലത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലത് നമുക്ക് ഭയങ്കര പ്രയാസമായിട്ടായിരിക്കും. ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ചെയ്യുമ്പോഴും എന്ത് റബ്ബിനോട് ചോദിച്ചു നോക്കുക, റബ്ബേ എനിക്കിത് ഇതിന്റെ ഫിഖ് നീ മനസ്സിലാക്കി ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല റബ്ബേ, പക്ഷെ നീ പറഞ്ഞതാണ്, ഞാനിത് ചെയ്യും, എനിക്ക് നീ കുറച്ചും കൂടെ മനസ്സിലാക്കി എനിക്ക് നീ കുറച്ചും കൂടെ എളുപ്പം താ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം തരും, നമുക്ക് മനസ്സിലാക്കി തരും. പലതും നമ്മൾ പ്രയാസാന്ന് വിചാരിച്ചതൊക്കെ അള്ളാഹു ഇതുപോലെ പല വഴിക്കും പല പോയിന്റിലൂടെയും നമ്മുടെ ജീവിതത്തിലെ തന്നെ പല എക്സ്പീരിയൻസിലൂടെയും നമ്മളെ പല വീഴ്ചകളിലൂടെയും നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ നടക്കുന്ന പല കാര്യങ്ങളിലൂടെയും നമ്മൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, നമ്മളുടെ ബുദ്ധിയുടെ കണ്ണ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, ചിന്തയുടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും, പറയാനും പഠിക്കാനും പറ്റും. അള്ളാഹു ആണ് ആര്? ടീച്ചർ അല്ലേ.
അള്ളാഹുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇൻഷാ അള്ളാഹ് സാവധാനം നമ്മളിങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അന്ന് ആ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന മുത്തഖി അവസ്ഥയിൽ നിന്നും മെല്ലെ 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 നമ്മൾ മാറുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ പോലും അറിയാതെ ഗൈബായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരുന്ന ഒരു എളുപ്പമുണ്ട്. നമ്മളുടെ ദുആകൾക്ക് അള്ളാഹു തരുന്ന ഒരു ഉത്തരമുണ്ട്. അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന പല ഇൽമുകളുണ്ട്, പല ചിന്തകളുണ്ട്. അതെല്ലാം കൂടെ വർക്ക് ആവുമ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് മെല്ലെ 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 ആ ഒരു മുത്തഖി ഗ്രൂപ്പിലേക്ക് അടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അള്ളാഹ്ക്കറിയാം നമ്മൾ ഓരോരുത്തരെയും എന്ത്, എങ്ങനെ, എപ്പോ പഠിപ്പിക്കണം എന്ന്. നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു ഇതേപോലത്തെ പല ചോദ്യങ്ങളും ചോദിക്കുകയും പല ആർഗ്യുമെന്റ്സിലെ പല വാദങ്ങളും നമ്മളുടെ മുമ്പിൽ ഇട്ട് തരികയും ചെയ്യാണ്. നിങ്ങൾക്ക് ജീവിതം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ജീവൻ തന്നു, ഞാൻ മരിപ്പിക്കും, പിന്നെ ഞാൻ നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അല്ലേ, ഇതിനകത്ത് നിഷേധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകം അല്ലെങ്കിൽ ആഖിറത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റൂല അല്ലെ മനുഷ്യന്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം കേട്ടാൽ തന്നെ ആഖിറത്ത് എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നിങ്ങൾ എവിടുന്നോ വന്നതാണ്, എവിടേക്കോ പോവാനുള്ളതാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്, തിന്മ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും ഏതൊരു വിഡ്ഢിയാണെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ പോലും ചിന്തിച്ചു കഴിഞ്ഞാല്, ഇപ്പം രണ്ട് മനുഷ്യര്, ഒരാള് ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര ഹൈഫൈ ലൈഫ് ജീവിക്കുന്ന, ഒരാള് ഭയങ്കര കഷ്ടപ്പെട്ട് പാവപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കുന്നു. അവര് രണ്ടുപേരും ജീവിക്കുന്നു, മരിക്കുന്നു, മണ്ണായി ചേരുന്ന, അവരുടെ എല്ലും ഇതൊക്കെ നുറുങ്ങി പോകുന്നു, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും നീതിയുണ്ടോ അല്ലെ? ശരിക്കും ഏതൊരു മനുഷ്യനും ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു ചോദ്യം, ഇതിൽ എന്ത് നീതിയാണ് ഉള്ളത് എന്നല്ലേ? അല്ലെങ്കിൽ ഒരാൾ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ ജനിച്ച കാലം മുതലേ അസുഖങ്ങളാ, മരണം വരെ അസുഖങ്ങളോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, രണ്ടാളും മരിച്ച് മണ്ണായി. ഇതിലെന്ത് നീതിയാണ് ഉള്ളത് അല്ലേ? പൊതുവേ നമ്മൾ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ അവരുടെ അടുത്ത് എത്ര നല്ലോണം നിന്ന് കഴിഞ്ഞാൽ ഓരെന്നോട് തിരിച്ചിങ്ങനാണ്, ഓരെന്നോട് നല്ലോണം നിൽക്കൂല, അത് അങ്ങനെ പാടില്ലല്ലോ, പരാതികളാണല്ലേ. ഞാൻ നല്ലോണാണ്, അവരും നല്ലോണമല്ല. അവിടെ നീതിയില്ലായ്മയാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നീതിയുള്ളവനാണ് അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അള്ളാഹു നമ്മളോട് നീതി കാണിക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്കൊരു ചോയ്സ് തന്നിട്ടുണ്ട്, നമുക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ഇതാ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നന്മയും തിന്മയും നമ്മളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അല്ലെ. അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പരലോകത്ത് അതിനുള്ള പ്രതിഫലമാണെങ്കിലും, അതായത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അത് തരാൻ വേണ്ടി തന്നെയാണ്. അപ്പം ഈ ഒരു പരലോകം അല്ലെങ്കിൽ ആഖിറ എന്ന് പറയുന്ന ഒരു സത്യം ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആയത്തില്. അതും അറിഞ്ഞിട്ട് ആർക്കെങ്കിലും അള്ളാഹുവിനെ നിഷേധിക്കാൻ തോന്നുമോ അല്ലെ? അള്ളാഹുവിൽ നിന്ന് നീ വന്നു അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങി പോകുന്ന ഉള്ള അവസ്ഥ വരുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിനെ നിഷേധിക്കാൻ പറ്റുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇനി അടുത്ത ആയത്ത്, 29ാമത്തെ ആയത്ത്. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. അവനാണ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കായി സൃഷ്ടിച്ചത്. കൂടാതെ 7 ആകാശങ്ങളെ ക്രമീകരിച്ച് ഉപരിലോകത്തെ അവൻ സംവിധാനിച്ചു. എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവൻ. വാക്കർത്ഥം നോക്കാം. ഹുവ അവൻ, അല്ലദി യാതൊരുവൻ. ഓക്കെ. ഖലഖ അവൻ സൃഷ്ടിച്ചു. അവനാണ് ഏതൊരുവൻ അവൻ സൃഷ്ടിച്ചത്, അതായത് അവനാണ് സൃഷ്ടിച്ചത്. എന്ത്? അപ്പം ഇവിടെ ഖലഖ എന്ന് പറയുന്ന വാക്ക്, അതിന്റെ ആ ഒരു ഫോർമാറ്റ് ശ്രദ്ധിച്ചോ. ഖലഖ. അതുപോലെ വേറെ പല വാക്കുകൾ നമ്മൾ മുമ്പ് പറയണ്ടായില്ലേ. ദഹബ പോയി, കതബ എഴുതി, ജഅല കഫറ നിഷേധിച്ചു അല്ലെ, നസറ സഹായിച്ചു. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്, അവൻ ഇന്ന ഒരു കാര്യം ചെയ്തു, അത് പാസ്റ്റ് ടെൻസിൽ ചെയ്ത് കഴിഞ്ഞു. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. ദഹബ അവൻ പോയി. കതബ അവൻ എഴുതി. ജഅല അവൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അവൻ ആക്കി. കഫറ അവൻ നിഷേധിച്ചു. അപ്പം ഈ ഒരു ഫോർമാറ്റ് മനസ്സിൽ ഓർത്തു വെക്കുക. ഇതൊരു പാസ്റ്റ് ടെൻസിൽ ഒരു ക്രിയ പറയുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ ചെയ്ത് കഴിഞ്ഞ ഒരു ക്രിയ പറയുന്ന ഒരു ഫോർമാറ്റാണ്. മിക്ക പാസ്റ്റ് ടെൻസ് ഫോമിൽ അവൻ ചെയ്തു എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളും ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ ഇതുപോലത്തെ വാക്കുകൾ കുറെ കാണും.
ലക്കും നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലേ? എന്താണ്? ഹുവല്ലദീ ഖലഖ ലക്കും, അവൻ എന്താണ്? സൃഷ്ടിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. മാ എന്തൊന്ന്? ഫിൽ അർദി ഭൂമിയിൽ, ഭൂമിയിലുള്ളത് എന്തൊന്നാണോ അതെല്ലാം അത് അവൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചു. ജമീഅ മുഴുവൻ, ജീം മീം ഐൻ എല്ലാം, എല്ലാം എന്നുള്ള അർത്ഥത്തില് ജമാഅത്ത് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഒന്നിച്ചു ചേരുന്നതിനാണ് ആ ജീം മീം ഐൻ വരുന്നത്. സുമ്മ പിന്നീട്, ഇസ്തവ അവൻ തിരിഞ്ഞു, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റി, അല്ലെങ്കിൽ ഡയറക്ഷൻ അങ്ങോട്ടാക്കി എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്തവ. സീൻ വാവ് യ. ഇലസ്സമായി ആകാശത്തിലേക്ക്. ഫസവ്വാഹുന്ന എന്നിട്ട് അവയെ അവൻ എന്താക്കി? ശരിപ്പെടുത്തി, ലെവലാക്കി. സവ്വ എന്ന് പറഞ്ഞാൽ ലെവൽ ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ആക്കുക എന്നാണ്. സീൻ വാവ് യ. സബ, സബ ഒരു കൗണ്ടാണ്, എണ്ണം 7. ഓക്കെ, സീൻ ബ ഐൻ. സമാവാതിൻ ആകാശങ്ങൾ. ഓക്കെ, അതിനെ 7 ആകാശങ്ങളായിട്ട്, അത് അവൻ ആകാശത്തിലേക്ക് തിരിച്ചു എന്നിട്ട് അതിനെ 7 ആകാശങ്ങളായിട്ട് ശരിപ്പെടുത്തി. സീൻ മീം വാവ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. വഹുവ അവൻ, ബികുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെ പറ്റിയും, ഷീൻ യാ ഹംസ, അലീം അവൻ എന്താണ്? നന്നായി അറിയുന്നവനാണ്. ഐൻ ലാം മീം എപ്പോഴും എല്ലാം അറിയുന്നവൻ, അലീം എന്നുള്ള വാക്ക്. ഓക്കെ, നമ്മൾ റഹീം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു ആ ഒരു ഫോർമാറ്റ്, എല്ലാം എപ്പോഴും അറിയുന്നവൻ. അപ്പം ഹുവല്ലദീ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഹുവല്ലദീ ഖലഖ ലക്കും അവനാണ് എന്ത്? നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അള്ളാഹു ആണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് സൃഷ്ടിച്ചത്? അള്ളാഹു അതിന് മുമ്പേ പറയണ്ടായി, അവൻ എന്താണ്? നിങ്ങൾക്ക് ജീവൻ തരാനും നിങ്ങളെ മരിപ്പിക്കാനും അവന് കഴിവുണ്ടെന്ന്, അല്ലേ? എന്നിട്ട് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ള അവൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അബ്ദായ മനുഷ്യന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെ? എന്തൊക്കെയാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ലക്കും, ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന്മാർക്ക്. അന്നാസ് എന്തൊക്കെയാണുള്ളത്? മാഫിൽ അർദി ഭൂമിയിലുള്ളത് എല്ലാം, ജമീഅൻ ഭൂമിയിലുള്ളത്, ജമീഅൻ എല്ലാം. നേരത്തെ പറഞ്ഞ പോലെ ജീൻ മീം ഐൻ ജംഅ എല്ലാം, ഭൂമിയിലുള്ളത് എല്ലാം, ഓരോ സാധനങ്ങളും ആർക്ക് വേണ്ടിയിട്ടാണ്? ലക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. ആർക്ക്? മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇവിടുത്തെ ലക്കുമിന്റെ ലാമിനെ 2 രീതിയിൽ മനസ്സിലാക്കാന്ന പറയുന്നത്. ഒന്ന് അനുവദനീയത, അതായത് ഇബാഹ എന്ന് പറയും. ഇബാഹ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതെല്ലാം നിങ്ങൾക്ക് അനുവദനീയമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ അനുവദനീയതയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ലാമിന് ലാമു തഅലീൽ എന്ന് പറയും. ലാമു തഅലീൽ എന്ന് പറഞ്ഞാല് ഒരു റീസൺ, ഒരു കാരണം പറയുന്ന ലാമ്. അപ്പൊ ലാമൽ ഇബാഹയും ലാമൽ തഅലീലും. ഇബാഹ എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുത്തിട്ടുള്ള ലാമ്, തഅലീൽ എന്ന് പറഞ്ഞാൽ കാരണം പറഞ്ഞുകൊണ്ടിട്ടുള്ള ലാമ്. അപ്പം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കാരണം എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൃഷ്ടികൾ എന്ന് പറയുന്നത് ആരാണ്? നമ്മള് മനുഷ്യന്മാര്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ പ്രയോജനത്തിന് വേണ്ടി, നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമുക്ക് കഴിക്കാൻ വേണ്ടി, നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി, സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി, നമുക്ക് വെറൈറ്റീസ് തരാൻ വേണ്ടി. അള്ളാഹ്ക്ക് ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവായിരുന്നു, ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും അല്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെ, നമുക്ക് നമ്മളുടെ എൻജോയ്മെന്റിന് വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലുള്ളത് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഖലഖലക്കും മാഫിൽ അർദി ജമീഅ അല്ലെ? എല്ലാം, ഈ മരങ്ങളാകട്ടെ, മലകളാവട്ടെ, നദികളാവട്ടെ, കടലാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷികള്, കീടങ്ങള് എല്ലാം നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാത്തിനും, അല്ലെങ്കിൽ ഭൂമിയുടെ മേലും ഏറ്റവും വലിയ അവകാശം ഏതൊരു സൃഷ്ടികളെക്കാളും അവകാശം ആർക്കാണ്? മനുഷ്യന്മാർക്കാണ്, അല്ലെ? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരെക്കാളും അവകാശം മനുഷ്യന്മാർക്കാണ്. പക്ഷെ ആ അവകാശം ഒരിക്കലും
ദുരുപയോഗപ്പെടുത്താനുള്ള അവകാശമാവരുത്. പക്ഷെ മറ്റ് സൃഷ്ടികളെ അപേക്ഷിച്ച് ഭൂമിയിലുള്ള എല്ലാത്തിനും ഏറ്റവും കൂടുതൽ അവകാശം മനുഷ്യന്മാർക്കാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. ജമീഅ, ജീൻ, മീം, ഐൻ, എല്ലാം. ഓക്കെ, പിന്നെ നമ്മൾ അതിനുശേഷം പറയുന്നത് സുമ്മ. സുമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ, പിന്നീട്. അത് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു, അതായത് നമ്മൾ നേരത്തെ നിങ്ങളെ മരിപ്പിച്ചു, പിന്നെ അതിനുശേഷം ജീവിപ്പിച്ചു. അവിടെ സുമ്മ സുമ്മ പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം സുമ്മ ഇസ്തവ ഇലൽ സമായി. ഇസ്തവ എന്ന് പറയുന്നത് സീൻ വാവ് യാ. ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ എന്താണ് കറക്റ്റ് ആക്കുക, സ്ട്രെയിറ്റ് ആക്കുക, അല്ലെങ്കിൽ സമം, ഈക്വൽ ആക്കുക എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, അതായത് ഒരാള് ഒരു വാഹനത്തിന്റെ മേലെ, അതായത് വാഹനം എന്ന് പറയുമ്പോൾ കാർ ഒന്നും ഇമാജിൻ ചെയ്യല്ല, സൈക്കിള് അല്ലെങ്കിൽ ടൂ വീലർ പോലെ ഒരു കാര്യത്തിന്റെ മേലെ കയറിയിട്ട് സെറ്റിലായിട്ട്, അതായത് ബാലൻസ് ചെയ്ത് ഇരിക്കുക. അതിനും ഈ ഇസ്തവ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എന്തെങ്കിലും ഒന്നിന്റെ മുകളിൽ നമ്മൾ കയറിയിട്ട് നല്ല ബാലൻസ് ചെയ്തിട്ട് ഒരു സൈഡിലേക്കോ മറ്റേ സൈഡിലേക്കോ ചായാണ്ട് ഈക്വൽ ആയിട്ട് ലെവലായിട്ട് നിൽക്കുന്നതിനാണ് ഇസ്തവ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ വാക്കിന്റെ ശേഷം ഇല എന്ന് വരുമ്പം, ഇസ്തവാന്റെ കൂടെ അതിനുശേഷം ഇല എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്താവും എന്ന് വെച്ചാൽ, അതായത് സുമ്മസ്തവ ഇലസമായി എന്നാണ് അല്ലെ. സ്തവ ഇല എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക, എന്തെങ്കിലും ഒന്നിന്റെ നേരെ തിരിയുക, പിന്നെ അതിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് തിരിയുക, അതിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നാണ്. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നമുക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാ ശ്രദ്ധ തിരിച്ചത്? ഇലസമായി, ആകാശത്തിലേക്ക് അല്ലെ. അള്ളാഹു പിന്നീട് ആകാശത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു, ഭൂമിയിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ആകാശം എന്തായിരുന്നു അതുവരെ? ഭൂമി ഉണ്ടാക്കുന്നത് വരെ ദുഹാനായിരുന്നു അല്ലെ, വെറും പുകയായിരുന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശം ഉണ്ടാക്കി. ആകാശം എങ്ങനെ? ഫസവ്വാഹുന്ന. പിന്നീട് എന്താണ്? സവ്വാഹുന്ന, സീൻ വാവ് യാ. സവ്വാഹുന്ന, നമ്മൾ സവാ എന്നുള്ള വാക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവിശ്വാസികളുടെ, കാഫിറുകളുടെ കാര്യം പറഞ്ഞപ്പോ അവരെ നിങ്ങൾ ഉപദേശിച്ചാലും ഉപദേശിച്ചിട്ടില്ലെങ്കിലും സമമാണ്, ഈക്വൽ ആണ്. അതേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ് ഈ ഫസവ്വാഹുന്ന. ഈക്വൽ ആക്കുക, സമമാക്കുക, നിരപ്പാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അതിനെ അള്ളാഹു എങ്ങനെയാണ് സമമാക്കിയത് അല്ലെങ്കിൽ നിരപ്പാക്കിയത്? സമാവാത്ത്, 7 ആകാശങ്ങളാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്. സമാന്റെ പ്ലൂറലാണ് അസ്സമാവാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം ഭൂമി ഉണ്ടാക്കി. പിന്നെ ആ സമയത്ത് ആകാശത്ത് എന്താണ്? വെറും പുക മാത്രമാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല 7 ആകാശം ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ലെവൽ ചെയ്തു, അതിനെ കറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷൻ ചെയ്ത് വെച്ചു അല്ലെ. ഒന്നിന്റെ, അതായത് സൂറത്ത് മുൽക്കില് നമ്മൾ പറയുന്നുണ്ട് അല്ലദീ ഖലഖ സബഅ സമാവാതിൻ ത്വിബാഖ. എന്ത്? അത് ഒന്നിനു മേലെ ഒന്നായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ലെവലാക്കി, പ്രൊപ്പോർഷൻ ചെയ്ത് വെച്ചു. അല്ലാണ്ട് ഒന്നിന്റെ ഉള്ളിൽ കൂടെ വേറൊന്നല്ല. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണോ അതിന്റെ ബാലൻസ് എടുക്കേണ്ടത് ആ ബാലൻസിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി. ഇവിടെ 7 ആകാശങ്ങൾ എന്ന് പറയുമ്പം എന്താണ് എന്നുള്ള ചോദ്യത്തിന് നമ്മളുടെ അറിവിലല്ലേ ഈ ഭൂമി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ആണ് അല്ലെ, ബഹിരാകാശം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സയൻസിൽ പഠിച്ചത്. അപ്പം 7 ആകാശം എന്ന് പറയുന്നത് എന്താണ്? 7 സ്വർഗങ്ങളാണോ? അങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്താണ്? ആകാശം ഒന്നിനു മേലെ ഒന്നായിട്ട് ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏറ്റവും താഴെയുള്ള ആകാശം മാത്രമേ ഉള്ളൂ. അതിന് മേലെയുള്ളത് നമ്മളുടെ ഇൽമിൽ പെടുന്നതല്ല അല്ലെ, നമ്മളുടെ ഇൽമിന്റെ വകുപ്പിൽ പെടുന്നതേ അല്ല. അപ്പം നമുക്കൊരു ചന്ദ്രനിൽ പോകണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കണം അല്ലെ, ചന്ദ്രനിൽ പോകാൻ. സൂര്യനിലാണെങ്കിൽ നമുക്ക് പോവാനും പറ്റൂല. നമ്മൾ ഈ ജീവിക്കുന്ന ഗാലക്സിന്റെ പുറത്തേക്ക് നമുക്ക് പോവാൻ മനുഷ്യന്മാർക്ക് ഇന്ന് വരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം അള്ളാഹു എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. നമുക്ക് വളരെ ചുരുങ്ങിയ അറിവേ ഉള്ളൂ.
അപ്പം നമ്മള് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശം ഉണ്ടാക്കി അതുപോലെയുള്ള ഇൽമുകൾ നമ്മളോട് പറയുമ്പോൾ നമ്മളുടെ റിയാക്ഷൻ എന്താണ്? ആമന്ന വസദ്ദഖന, അല്ലേ? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് തന്നെ പറഞ്ഞാലും, അല്ലേ? ഇനി 7 ആകാശം എന്നൊക്കെ പറഞ്ഞാൽ 7 ആകാശം, ഇത് എന്താപ്പത്, അങ്ങനെ ഒന്നും നടക്കാൻ പോണില്ല എന്ന് പറയുന്നുള്ള വകുപ്പ് ഇല്ല. സയൻസിൽ പഠിച്ചിട്ടില്ലല്ലോ നമ്മൾ അങ്ങനെ 7 ആകാശം ഒന്നും, ഒരു ആകാശമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് അല്ലേ, അല്ലേ? നമ്മൾ അങ്ങനെയൊന്നും പറയൂല. സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്ത് പറഞ്ഞാലും ആമന്ന വസദ്ദഖന, അല്ലേ? നമ്മൾ വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു. അതാണ് വിശ്വാസികളുടെ രീതി. അപ്പം ഫസവ്വാഹുന്ന സബഅ സമാവാത്, അവൻ അള്ളാഹു അടുക്കുകളായിട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് 7 ആകാശം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ 7 ആകാശം ഉണ്ടാക്കി, അല്ലേ? നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഇമാജിനേഷന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും അറിയൂല. ആ ആകാശം എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നത് മാത്രമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എന്താണ്? അവന് എല്ലാത്തിനെ കുറിച്ചും അറിയാം. എല്ലാത്തിനെ കുറിച്ചും അവന് അറിയാം. അള്ളാഹ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അലീം, ഐൻ ലാം മീം, അല്ലെ? അലീം എന്ന് പറയുമ്പോൾ എല്ലാം എപ്പോഴും അറിയുന്നവൻ, എല്ലാത്തിനെ കുറിച്ചും എപ്പോഴും അറിയുന്നവൻ. ഏതെങ്കിലും ഒരു നേരം നമ്മളെ പോലെ ഒരു സമയത്ത് ഒരു കാര്യത്തിന് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവനല്ല. അവന്റെ സൃഷ്ടിപ്പിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാ സമയത്തും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു കൊതുകിൽ നിന്ന് 7 ആകാശത്തെ കുറിച്ച്, 7 ആകാശം വരെയുള്ള നോളജ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലുണ്ട്, അല്ലെ? ഒരു ചെറിയ ഒരു കൊതുകു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ചെറുതാണെന്നും, ഒരു വലിയ ആകാശം എന്ന് പറയുമ്പോൾ, അത് 7 ആകാശം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലുതാണെന്നും ചിന്തിക്കുക. അകത്തുള്ളതിനെ കുറിച്ചെല്ലാം അള്ളാഹുവിന് അറിയാം. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അതാണ് അവന്റെ അറിവ്, അതാണ് അവന്റെ പവർ, അതാണ് അവന്റെ സൃഷ്ടി. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ആയത്തിൽ നിന്ന് എന്താണ് നമുക്ക് എടുക്കാനുള്ളത്? ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി, അല്ലേ? അപ്പം ഏറ്റവും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മളുടെ മേലെ, അല്ലെ? എല്ലാം ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം എന്തിന്? നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. നമ്മൾ എന്താണ് അവയെ സൃഷ്ടിച്ചത് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂര്യനെ സൃഷ്ടിച്ചത് നമുക്ക് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? സൂര്യൻ നമുക്ക് പ്രയോജനം കിട്ടുന്നില്ലേ? സൂര്യനിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നുണ്ട്, ചൂട് കിട്ടുന്നുണ്ട്. വിറ്റാമിൻ ഡി എവിടുന്നാ വരുന്നത്? സൂര്യനിൽ നിന്നാണ്, അല്ലെ? ഭക്ഷണം കിട്ടുന്നുണ്ട്, കാരണം സൂര്യൻ ഇല്ലെങ്കിൽ ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല, അല്ലെ? സൂര്യന്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് കഴിച്ചിട്ടാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. ആ ചെടികളെയും മൃഗങ്ങളെയും കഴിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം സൂര്യൻ ഇല്ലെങ്കിൽ ചെടികൾ ഉണ്ടാവില്ലായിരുന്നു, ചെടികളില്ലെങ്കിൽ പല മൃഗങ്ങളും ഉണ്ടാവില്ലായിരുന്നു, അപ്പൊ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ലായിരുന്നു, അല്ലെ? അപ്പം എല്ലാം അള്ളാഹു ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഭയങ്കര. സൂര്യൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്നും എന്നും അത്ഭുതം തന്നെയാണ്, അല്ലെ? ആകാശം എന്നും അത്ഭുതമാണ്. ആകാശം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. മേഘങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അല്ലെ? മേഘങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോഴും ആ മേഘം എന്ന് പറയാനും അതിന്റെ കളർ കാണുന്നതിനപ്പുറം അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോഴും അറിയൂല. പക്ഷെ അത്ഭുതമാണ്, അല്ലെ? ഈ വെള്ളം താഴോട്ട് വരുന്നത് അതിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ മഴവെള്ളം വന്നിട്ടില്ലെങ്കിൽ, സാധാരണ സമയത്ത് മെയ് ഫസ്റ്റിലോ സെക്കൻഡ് വീക്കിലോ വരേണ്ടത് ജൂൺ ഫസ്റ്റോ സെക്കൻഡ് വീക്കോ ആയി പോയാലുള്ള ബുദ്ധിമുട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ മേഘങ്ങളും ഈ മഴയും സൂര്യനും എല്ലാം എന്ത്? അള്ളാഹു നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും ഒരു മെറ്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ധാതുക്കളായിക്കോട്ടെ, ഇനി കടൽ വെള്ളത്തിന്റെ അടിയിലുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെ? ഈവൻ കടലിലെ മീൻ തന്നെ എന്തൊരു അത്ഭുതം, അല്ലെ? സുബ്ഹാനല്ലാഹ്. എത്ര കോടാനുകോടി മീനുകളെയാണ് ദിവസവും ബോട്ടുകളും കപ്പലുകളും പോയി പിടിക്കുന്നത്, അല്ലെ? ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടും പിന്നെയും ആ കടലിൽ മീനുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. പലതും നേരിട്ട് പ്രയോജനമുള്ളത്, ചിലതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എന്താണ്? മിതത്വം, ഒരു അനാവശ്യമായിട്ട് അതിനെ ദുരുപയോഗപ്പെടുത്താത്ത രീതിയിൽ ഉപയോഗിക്കണം.
അപ്പം ഈ ലോകം മുഴുവനും നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു തആലയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ അടിമകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തിനെ നമ്മൾ അങ്ങോട്ട് സെർവ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ അതിന്റെ അടിമകളായി മാറുകയാണ്. ഈ ലോകത്തിലുള്ള പലതിന്റെയും അടിമകളായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ വിഷമിക്കുന്നതും നമ്മളുടെ സമയം കളയുന്നതും നമ്മളുടെ എഫേർട്ട് കളയുന്നതും ഒക്കെ ഈ ലോകത്തിലുള്ള പലതിന്റെയും അടിമകളാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പലതിന്റെയും പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട്, അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ നമ്മളുടെ സമയം പലപ്പോഴും കളയുന്നത്. വെറുതെ നമ്മളെ പെണ്ണുങ്ങളെ ബാധിക്കുന്ന ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിലെ ക്രോക്കറീസിലെ പാത്രങ്ങള്, അതൊക്കെ നമ്മളെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതിനകത്ത് ചിലതൊക്കെ ഒന്നോ രണ്ടോ ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്താല് പഠിച്ചോനെ 12 ഉള്ളതേനു സെറ്റ്. അന്ന് കൊറിയേ പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അതിലൊന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ബേജാർ എന്താണല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം പൊട്ടിപ്പോയ പോലെയാണ് അല്ലെ? ഒരു ചെറിയൊരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ ഒരു ക്രാക്ക് വന്ന പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്നൊന്നും പോയാ പിന്നെ പറയേം വേണ്ട അല്ലെ? വല്ലാത്തൊരു പ്രശ്നമാണ് നമുക്ക് അതൊക്കെ. നമ്മളുടെ പിന്നെ അങ്ങോട്ടുള്ള എനർജി ഒക്കെ അതിന്റെ മുകളിലാണ്. ഇപ്പൊ നമ്മൾ അഥവാ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രം അലമാരിയിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് കഴുകി തുടച്ച് ടേബിളിന്റെ മുകളിൽ വെച്ച് ഉണക്കി തിരിച്ച് ആ ഒരു ഷെൽഫിലേക്ക്, ഷോക്കേസിനകത്തേക്ക്, ഗ്ലാസ് ഇട്ട ഷോക്കേസിനകത്ത് കയറ്റി അത് ഭംഗിയായിട്ട് തിളങ്ങുന്ന പോലെ വെച്ചിട്ടില്ലെങ്കിൽ അതുവരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഒരു സൽക്കാരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്ലേറ്റ് ഒക്കെ അലമാരി കയറ്റിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം നാളെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് കാണണല്ലോ അതിന്റെ ഉള്ളിൽ അല്ലെ? എന്നിട്ട് നമ്മൾ കഴിയെങ്കിൽ എണ്ണിയും നോക്കും എല്ലാം ഉണ്ടോന്ന് അല്ലെ? തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ എണ്ണി നോക്കും, സ്പൂണ് കറക്റ്റ് ആണോ, പ്ലേറ്റ് കറക്റ്റ് ആണോ, കപ്പ് കറക്റ്റ് ആണോ. അപ്പം അള്ളാഹു നമ്മളെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും എല്ലാത്തിനെയും നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതിനെ നമ്മൾ സെർവ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ച് വിഷമിച്ച് ആലോചിച്ച് സമയം കളയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയെ സെർവ് ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്തിനെങ്കിലും വിഷമിക്കാനോ ചിന്തിക്കാനോ ഉണ്ടെങ്കിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചാണ് അല്ലെ? പാത്രം കഴുകണ്ട തുടയ്ക്കണമെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ നമുക്കത് ഒബ്സഷൻ ആയി പോകരുത്. നമ്മൾ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം അത് എടുത്തു കളയരുത്. നമ്മളുടെ വിഷമങ്ങൾ അതിന്റെ പിന്നാലെ ആവരുത്. നമ്മളുടെ ഹൃദയം തകർന്നാൽ പോലും, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു രോഗം ഉണ്ടായാൽ പോലും, ഹൃദയത്തിലെ രോഗം എന്ന് പറയുന്നത് ഞാൻ ഫിസിക്കൽ രോഗമല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഹൃദയശുദ്ധീകരണത്തിൽ പല രോഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലെ? അതൊക്കെ ഉണ്ടായാൽ പോലും ഇല്ലാത്ത വിഷമാണ് നമുക്ക് ഒരു പ്ലേറ്റിന് ഒരു ചെറിയ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ? പിന്നെ ചോറ് എന്നാലും ചായ കുടിക്കലൊക്കെ സൈഡാവും. അല്ലാ 12 ഉള്ളതിന് ഒരു ഒന്നിന്റെ ഒരു താളം ഒന്ന് തെറ്റിപ്പോയി, ഒരു എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എടുങ്ങാറാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഭൂമിയിലുള്ള ഒന്നിന്റെയും പിന്നാലെ പോവരുത് എന്നുള്ളതല്ല. എല്ലാം നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായിരിക്കണം ഇതൊക്കെ. പക്ഷെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മളുടെ ജീവിതം. നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളെ ബെസ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കരുത് നമ്മളുടെ ജീവിതം. നമുക്ക് ജോലിയെടുക്കാം, പൈസ സമ്പാദിക്കാം. ഈവൻ ആ പൈസ സമ്പാദിക്കുന്നതും ജോലി എടുക്കുന്നതും പോലും എന്തിനാ? നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതാവണം അത്. നമ്മളുടെ ജീവിതവും ലക്ഷ്യവും അതായി മാറരുത്. ഇപ്പൊ നമ്മള് അടുത്ത ജനറേഷൻ മക്കൾ വളർന്നു വരുമ്പോഴേ അവരൊരു 6th 7th ആവുമ്പോഴേക്ക് നീ എന്താ ആവാ അല്ലെ? പിന്നെ അവരെ വിചാരം ജീവിതം എന്ന് പറയുന്നത് ഈ എന്താ ആവാന്നുള്ളതിലേക്ക് എത്തലാണെന്നാ. സുബ്ഹാനല്ലാഹ്. പിന്നെ അവരുടെ വിചാരം ഇതാണ് മെയിൻ. മറ്റേത് ഉമ്മ ഇങ്ങനെ സമയത്ത് നിസ്കരിക്കാൻ പറയുന്നോണ്ട് നിസ്കരിക്കണം, അതൊക്കെ ഒരു സൈഡാണ് അല്ലെ? ഇനിയിപ്പോ വേറെ ഇനി കല്യാണത്തിന് കുട്ടികളുടെ കാര്യമല്ല എന്നല്ല, വേറെ ഉള്ള വലിയവരുടെ കാര്യമാണെങ്കിൽ ഏത് കാറാ എല്ലാവരും മനസ്സിൽ, ഇപ്പൊ ആൺകുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചുണ്ട്, ഇത്ര വയസ്സാകുമ്പോഴേക്കും ഞാൻ ഇന്ന കാറ് വാങ്ങിക്കും. പിന്നെ അവന്റെ ഓട്ടം മുഴുവൻ ആ കാറിലേക്ക് എത്താനുള്ളതായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വേണം, പിന്നെ അതിനായിരിക്കും. അപ്പൊ നമ്മള് സെർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ സെർവ് ചെയ്തിട്ട് നമ്മൾ ജീവിതം കളയാണ് ഞാനും നിങ്ങളും. അപ്പൊ എപ്പോഴും നമ്മളെ പ്രയോറിറ്റികൾ മാറുക.
നമ്മൾ ചെറുപ്പം മുതലേ നമ്മളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പലതുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ കാലത്തിലെ ഭർത്താവിന്റെ വീട്ടിലെ തൃപ്തിയും ഭർത്താവിന്റെ തൃപ്തിയും അതാണ് ലക്ഷ്യം എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് അതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പലരും തകർന്നു പോയത് അതിന്റെ പേരിലേ. അള്ളാഹുലേക്ക് എത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ് അതെന്ന്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനെ നമ്മൾ പലരും വേണ്ട രീതിയിൽ ഉപയോഗിച്ചേനെ. പക്ഷെ നമ്മൾ വിചാരിച്ച അതാണ് ലക്ഷ്യം എന്ന്, പലതിന്റെയും തൃപ്തിയാണ് ലക്ഷ്യം എന്ന് നമ്മൾ വിചാരിച്ചു പോയി. വീട് വാങ്ങലാണ്, കാറ് വാങ്ങലാണ്, ഇന്ന ഇത് കരിയറിൽ എത്തലാണ് ലക്ഷ്യം എന്ന് വിചാരിച്ചു പോയി. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് സെർവ് ചെയ്തിട്ട് നമ്മളുടെ ജീവിതം ഒരു ഉപയോഗശൂന്യമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ ലോകത്തിനെ സെർവ് ചെയ്യാനുള്ളതല്ല, ലോകം നമ്മളെ സെർവ് ചെയ്യാനുള്ളതാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ഇനി ഒരു ഉപയോഗവും ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് വെച്ചോ, നിങ്ങളൊരു മണ്ണിരനെ കാണാം. മണ്ണിരനെ കൊണ്ട് ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ ആ മണ്ണിരയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉപയോഗം ഇല്ല നിങ്ങൾ വിചാരിക്കുകയാണെന്ന് വെച്ചോ, എന്നാലും അതിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനെങ്കിലും ഉണ്ടാവും, ചിന്തിക്കാനുണ്ടാവും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചെങ്കിലും ചിന്തിക്കാനുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഭൂമിയിലുള്ളത് എല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിനെ സെർവ് ചെയ്യാന്നുള്ളതല്ല, അതൊക്കെ നമ്മൾ സെർവ് ചെയ്യാന്നുള്ളതാണ് ഈ ഭൂമിയിൽ അവയൊക്കെ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം. എന്തിനാ നമ്മൾ സെർവ് ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ലാമിന്റെ യൂസേജ് പറഞ്ഞിരുന്നു അല്ലെ, ഈ ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കിയതെല്ലാം നമുക്ക് അനുവദനീയമാണെന്ന്. അപ്പം എല്ലാം അനുവദനീയമാണെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഫിഖിന്റെ ഒരു റൂളാണത്. അതായത് ജനറലി എല്ലാം അനുവദനീയമാണ്, അതിന് ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, നമുക്ക് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് അനുവദനീയമാണ്. അതിന് ഒരു എക്സെപ്ഷൻ എന്ന് വെച്ചാൽ അപ്പം ചിലതുണ്ടല്ലോ, ഇപ്പം മദ്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് പറയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഹലാലാണ്. അപ്പം ആ ഒരു എക്സെപ്ഷൻസ് ഇല്ലാത്ത എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. നമുക്കൊരു ഒരു കിക്ക് തരുന്ന എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം വെറുതെ എനിക്കറിയില്ല, ശർക്കരപ്പാനി ഭയങ്കര മധുരമുള്ള സാധനം അല്ലെ, അത് കുറച്ചധികം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഒരു സുഖമില്ലായ്മ. അപ്പം സഹാബാക്കളൊന്നും ഇവരിതൊന്നും യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലല്ലോ അല്ലെ. അപ്പൊ ഇത് ഹലാലാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അനാവശ്യമായ ചോദ്യങ്ങളിലേക്ക് വരും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഭൂമിയിൽ സൃഷ്ടിച്ചതെല്ലാം നമ്മൾക്ക് അനുവദനീയമാണ്, അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് ഹറാമാക്കിയ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉദാഹരണം നമുക്കറിയാം അല്ലെ, പന്നി, ചത്ത ജീവികൾ, അതായത് ഹലാലായിട്ട് അറക്കപ്പെടാത്ത ജീവികള്, പിന്നെ നായി, അതുപോലത്തെ ഒരുപാട് അങ്ങനത്തെ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. അങ്ങനെ അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഭക്ഷണത്തിന് അനുവദനീയമാണ്. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ എടുത്തു പറഞ്ഞ എക്സെപ്ഷൻ റൂൾ ഇല്ലാത്തതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവദനീയമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഇബാഹ, ലാം അൽ ഇബാഹ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ലക്കും എന്ന് പറഞ്ഞെടുത്ത് ലാമിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് അനുവദനീയതയുടെ ലാം, രണ്ടാമത്തത് കാരണത്തിന്റെ ലാം, അതായത് നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നുള്ള കാരണത്തിന്റെ ലാം. അപ്പൊ ആ ഒരു ഇബാഹ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇവിടെ. ഓക്കെ, അപ്പം ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതെല്ലാം നമ്മളെ സെർവ് ചെയ്യാനുള്ളതാണ്. വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവാനുണ്ട് അല്ലേ. നമുക്ക് ഇതിനു വേണ്ടി അതായത് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം അല്ലെ. നന്ദിയും അതുകൊണ്ട് കൂടുതൽ അനുസരണ. കാരണം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ. എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇബാദത്ത് കൂടുതൽ കൂട്ടുകയാണ് വേണ്ടത്. നമ്മൾ ഇതൊക്കെ എവിടുന്നാ തുടങ്ങിയത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, ആയത്ത് 21 അല്ലെ. ഈ ഡിസ്കഷൻ മൊത്തം എവിടേക്കാ പോണത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്. അപ്പം ഈ ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഹിക്മത്ത് എന്താണ്? നമ്മൾ നമ്മളുടെ ഇബാദത്ത് വർദ്ധിപ്പിക്കണം, കൂടുതൽ നന്ദിയുള്ളവരായിരിക്കണം അല്ലെ.
എത്ര വെറൈറ്റി ഫുഡുകളാ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. ഓരോന്നിന്റെയും ടേസ്റ്റ് എന്ത് ഡിഫറെന്റ് അല്ലെ. ഓരോ സാധനങ്ങളും, ആപ്പിളിന്റെ ടേസ്റ്റ് അല്ല പേരക്കക്ക്, പേരക്കിന്റെ ടേസ്റ്റ് അല്ല പഴത്തിന്, പഴത്തിന്റെ ടേസ്റ്റ് അല്ല മാങ്ങക്ക്, മാങ്ങന്റെ ടേസ്റ്റ് അല്ല ചക്കക്ക്. ഇതൊക്കെ ഫ്രൂട്ട്സ് മാത്രമാണ്, പച്ചക്കറികൾ വേറെ വരുന്നല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. നമുക്ക് ഇൽമ വേണോ, ഇൽമ അള്ളാഹു സുബ്ഹാനഹു തആല തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ ഒരു ഇൽമ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹുദൻ ലിൽ മുത്തഖീൻ എന്നും പറഞ്ഞ ഒരു 3 ആയത്തിൽ മുത്തഖീങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞ അള്ളാഹു നമ്മൾ ഒഴിവാക്കിയതല്ല. വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് എളുപ്പാക്കാൻ വേണ്ടി പല രീതിയിൽ പറഞ്ഞു തരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചിട്ട് ഇതിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് പല വെറൈറ്റി കാഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കിയിട്ടുണ്ട്. പല വെറൈറ്റി സുഗന്ധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കിയിട്ടുണ്ട് അല്ലെ. ഈ പറഞ്ഞ ഫ്രൂട്ട്സിന് എല്ലാത്തിനും വേറെ വേറെ നല്ല നല്ല സ്മെല്ലുകൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാം നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഭംഗിയാക്കി നല്ല സ്മെല്ലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുള്ളതാ. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ആർക്കെങ്കിലും, നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ അവർക്കൊരു നല്ല ഗിഫ്റ്റ് കൊടുക്കുക അല്ലെ. നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഫസ്റ്റ് റീസൺ എന്താ? അവരോടുള്ള ഇഷ്ടം കാരണം, അവരോട് നമുക്ക് കൂടുതൽ അടുക്കാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെ. അവരിനി ശരിയാവില്ല, നമുക്ക് ആ കണക്ഷൻ മെല്ലെ കട്ട് ചെയ്ത് കളയാന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിയാൽ ഇനി ഗിഫ്റ്റും കൂടെ കൊടുത്ത് അടുപ്പിക്കണ്ടെന്ന് പറയില്ലേ നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക എപ്പോഴാ? അവരെ നമ്മളേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി, അവര് നമ്മളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആ ഗിഫ്റ്റ് കൂടുതൽ കൂടുതൽ വലുതാവപ്പോഴാ? കൂടുതൽ ഇഷ്ടമുള്ളപ്പം. ആ ഗിഫ്റ്റ് ഏറ്റവും പെർഫെക്റ്റ് ആക്കപ്പോഴാ? അത് നമ്മളുടെ അല്ലെ ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അവരെ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. നല്ല ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി, സന്തോഷമുള്ള ഒരു ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ വലിച്ചടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചോ, ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഓരോട് പറയാം, ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്താണ്, നിന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് നീ എന്നെയും ഇഷ്ടപ്പെടണം എന്നൊക്കെ നമ്മൾ പറയുമോ? നമ്മൾ പറയൂലല്ലേ. അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തരുമ്പോൾ ഇവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് തന്നത് അല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ പൊട്ടന്മാർക്ക് ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ അള്ളാഹ്ക്കറിയാം നമ്മളിത് ചിന്തിക്കൂല എന്ന്. എന്നിട്ട് അള്ളാഹ് എടുത്ത് പറയാണ്, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, എന്നാലെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനോട് കൂടുതൽ 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 അടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അങ്ങനെ നമ്മൾ കൂടുതൽ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ട്. അള്ളാഹു ഇതൊന്നും തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇബാദത്ത് നിർബന്ധമായിരുന്നു അല്ലേ. നമ്മൾ അള്ളാഹുവിന്റെ അബ്ദുകൾ തന്നെയാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹ്ക്ക് ഇതൊന്നും തരാതെ നമ്മളോട് പറയാന്ന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന. പക്ഷെ അള്ളാഹിന്റെ കാരുണ്യം അതിലൊന്നും നിൽക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ തന്നിട്ട്, ഇതൊക്കെ പച്ചക്ക് പറഞ്ഞു തന്നിട്ടും എന്നിട്ട് അള്ളാഹ് പിന്നെയും 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 പറഞ്ഞു തരാണ്. ഖുർആനിൽ തന്നെ പലതവണ പറഞ്ഞു തരുന്നു, ജീവിതത്തിലൂടെ പറഞ്ഞു തരുന്നു, അനുഭവങ്ങളിലൂടെ പറഞ്ഞു തരുന്നു, മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു തരുന്നു, നമുക്ക് ഇതുപോലെ ക്ലാസ്സുകൾ എടുത്തും പറഞ്ഞു തരുന്നവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു തരുന്നു അല്ലെ. നമ്മളോ പൂട്ടിട്ട് പൂട്ടി അവിടെ വെച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ എത്ര ചിന്തിച്ചാലും മതി വരാത്ത കാരുണ്യം. എന്നാൽ നമ്മൾ സ്വയം ചിന്തിക്കൂല എന്നുള്ളതുകൊണ്ട് അള്ളാഹ് ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നാലും നമ്മൾ ചിന്തിക്കൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ ചിന്തയുള്ളവരുടെ കൂട്ടത്തില്, ചിന്തിച്ച് മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തില്, എല്ലാത്തിലും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ എന്തൊക്കെയോ ഉൾക്കൊള്ളാനുണ്ടെന്നും പഠിക്കാനുണ്ടെന്നും മനസ്സിലാക്കാനുണ്ടെന്നും അതുവഴി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുണ്ടെന്നും മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ, നമ്മൾ കണ്ണു അടച്ച് ലോകം മുഴുവനും ലോകത്തെ ചുറ്റും നടക്കുന്നതൊന്നും കാണാതെ വെറുതെ സുബ്ഹാനല്ലാഹ് എണ്ണി 100 പകരം ഓരോന്നിലും എന്തൊക്കെയോ സുബ്ഹാനല്ലാഹ് പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എല്ലാം ചിന്തിച്ച് അങ്ങനെയുള്ള സുബ്ഹാനല്ലാഹ്കളും അൽഹംദുലില്ലാഹ്കളും നമ്മളുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം, നമ്മളിപ്പോ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ഗിഫ്റ്റ് ഒരാൾ തന്നു കഴിഞ്ഞാൽ, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് അവരോടൊരു അടുപ്പാണ് അല്ലെ. ആ ഒരു ഗിഫ്റ്റ് തരാന്നുള്ളത് മാത്രമല്ല, അവര് നമ്മളൊരു നല്ല രീതിയിൽ സംസാരിച്ചാൽ തന്നെ നമുക്കൊരു അടുപ്പം അവരുടെ. അപ്പൊ ഇതൊരു ഗിഫ്റ്റും സ്പെഷ്യൽ ഗിഫ്റ്റും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ അടുപ്പം കൂടും അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള അടുപ്പം കൂടി ഇബാദത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെ തരുകയും ചെയ്ത് മനസ്സിലാവാത്തിട്ട് പറഞ്ഞും തന്നു. ഇനിയും പറഞ്ഞു തരും ഖുർആനിൽ പല സ്ഥലങ്ങളിലും. അപ്പം നമ്മളോ ഇതൊക്കെ തന്ന അള്ളാനെ ധൈര്യമായിട്ട് അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറന്നു പോയിട്ട്
നമ്മൾ എന്തിലാ മുഴുക? അള്ളാഹ് തന്ന സാധനങ്ങളിൽ അങ്ങ് മുഴുകി പോവുക അല്ലെ? ഇതൊക്കെ തന്ന അള്ളാഹിനെ മറന്നിട്ട് അള്ളാഹു തന്ന സാധനങ്ങളിൽ മുഴുകി പോവുക. അതിനി നമ്മളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, ഫോണും കാര്യങ്ങളും ആയിക്കോട്ടെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന വെറൈറ്റി ഫുഡുകളായിക്കോട്ടെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഭംഗിയുള്ള വീടായിക്കോട്ടെ, സ്നേഹമുള്ള കുടുംബം ആയിക്കോട്ടെ, അതിനകത്തൊക്കെ മുഴുകിയിട്ട് ഇത് തന്ന ആളെ നമ്മള് മറന്നു പോവാണ് അല്ലെ? നമ്മളെ കുട്ടിക്ക്, നമ്മൾ ചെറിയൊരു 5-6 വയസ്സുള്ള കുട്ടി, 5-6 പോട്ടെ, ഒരു 8-10 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മളൊരു സിസ്റ്ററോ ബ്രദറോ ആരെങ്കിലും വരുമ്പം ഒരു ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കാണ്, ഒരു ടോയ്. നമ്മൾ വേഗം കുട്ടീൻ്റെ അടുത്ത് എന്താ പറയാ? താങ്ക്സ് പറയ് അല്ലേ, ജസാക്കല്ലാഹ് ഖൈറ പറയ് എന്നൊക്കെ പറയും. പക്ഷെ ആ കുട്ടി അവര് വന്നു ഗിഫ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അത് പൊളിച്ച് ആ കുട്ടി ഇങ്ങനെ കളിക്കാൻ നിക്കണം, ഒരു താങ്ക്സും ഇല്ല, ഒന്നുമില്ല. അപ്പം വല്ലാത്തൊരു, അതെന്താല്ലേ, ഒരു സുഖമില്ലാത്ത ഒരു താങ്ക്സ് എങ്കിലും അല്ലേ, ഇതെന്തൊരു വല്ലാത്തൊരു ഇത് നമുക്കൊരു ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നേ? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ട് അത് എടുത്തങ്ങ് ഉപയോഗിച്ച് ആർമാദിക്കാണ് അല്ലെ? തന്നത് ആരാന്നോ എന്തിനാന്നോ ഒന്നും ചിന്തിക്കാതെ. അപ്പം അള്ളാഹു നമുക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാ, ഈ എൻജോയ്മെന്റും പ്രയോജനം ഒക്കെ എന്തിനാ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ അതുവഴി നന്ദി കാണിക്കാൻ അല്ലേ? കാരണം എന്താണ്, അള്ളാഹ്ക്ക് എല്ലാം അറിയാം. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാം. നമ്മൾ ഇനിയിപ്പോ അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും അള്ളാഹ്ക്ക് അറിയാം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചെയ്യാത്തതും, നമ്മൾ കഴിക്കുന്നതും നമ്മൾ ഫീൽ ചെയ്യുന്നതും നമ്മളെ ചുറ്റുപാടുള്ളതെല്ലാം അള്ളാഹ്ക്ക് അറിയാം. എന്താണ്, വഹുവ ബികുല്ലി ഷൈഇൻ അലീം അല്ലേ? ഇതിപ്പോ അള്ളാഹു എന്തിനാ നമ്മളോട് പറയുന്നേ? ഈ ഒരു കാര്യത്തിന്റെ കൂടെ നമുക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അള്ളാഹ് ഇത്രയൊക്കെ തന്നിട്ട് നമ്മൾ നന്ദിയോട് കാണിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണം. എന്ത്? വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവന് എല്ലാം അറിയാം. അതുകൊണ്ട് എന്താക്കണം? ശ്രദ്ധിക്കണം അല്ലേ? അള്ളാഹ് ഇതൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങളത് നന്ദിപൂർവ്വം എടുത്തോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അവന് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ സംസാരം ശ്രദ്ധിക്കണം, നമ്മളുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഫീലിങ്സ് ശ്രദ്ധിക്കണം. അള്ളാഹ്ക്കൊക്കെ മനസ്സിലാവും അല്ലേ? കാരണം എന്താണ്? ഇലൈഹി തുർജഊൻ, നമ്മൾ അവനിലേക്ക് മടങ്ങി പോകേണ്ടതാണ്. അവൻ ചോദ്യം ചെയ്യും, അവൻ ലാഭനഷ്ടങ്ങൾ വീതിക്കുന്ന ഒരു ദിവസമുണ്ട് അല്ലെ? അപ്പൊ നമ്മളെ ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ലാഭവും നഷ്ടവും വീതിച്ചു തരും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. സുബ്ഹാനല്ലാഹ്, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ എനിക്കെല്ലാം അറിയാം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഓർമ്മിപ്പിക്കലല്ലേ അത്. നമുക്ക് അള്ളാന്റെ അടുത്തൊന്നും ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റൂല. അപ്പൊ ഇത് കേട്ടാ പോലും അള്ളാഹ് അതൊക്കെ ഉണ്ടാക്കിയേക്കൂലേ, നമ്മളെ ജീവിതം തുടരാണ് നമ്മളെ മനസ്സിൽ തോന്നിയാല് അതും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയും ഇതിൽ നിന്നൊന്നും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ചിന്തയുള്ള ആളുകളാക്കി മാറ്റട്ടെ. ആ ചിന്തകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. ഇതൊക്കെ കേട്ട് ഒരു സൈഡിൽ കൂടെ കേട്ട് മറ്റേ സൈഡിൽ കൂടെ വിടുന്ന നിർഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മളെ പെടുത്തല്ലേ. കാരണം റബ്ബ് നമ്മൾ തെരഞ്ഞെടുത്തതാണ് അല്ലെ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതാണ്. അപ്പൊ അത് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രവർത്തിക്കലും അത് നമ്മളെ ഡ്യൂട്ടിയാണ്. അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ട്, കാരണം നമുക്കൊന്നും ഒറ്റയ്ക്ക് പറ്റൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച് മാറ്റി നിർത്തണ്ട. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് റബ്ബേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ല റബ്ബേ, നീ സഹായിക്ക റബ്ബേ. ആ മോഡിൽ പോവാ അങ്ങോട്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എപ്പോഴും റബ്ബിന്റെ അടുത്ത് തേടുക. എന്നെ കൊണ്ട് തീരെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എന്താണ് അള്ളാഹ്ക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ? അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അള്ളാഹ്ക്കൊക്കെ പറ്റും. അപ്പൊ അള്ളഹാനോട് പറയാലോ, അള്ളാഹ് എനിക്ക് തീരെ പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ മനസ്സുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക, മനസ്സുകൊണ്ട് ആമന്ന വസദ്ദഖ്ന സമിഅന വ അതഅന, അതിന്റെ ആളുകളാവുക. ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കുന്നു അല്ലെ? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. നീ പറഞ്ഞതിൽ എനിക്ക് ഒരു അവിശ്വാസ്യതയും ഇല്ല. നീ പറഞ്ഞതൊന്നും എനിക്ക് അനുസരണക്കേട് കാണിക്കാനും പറ്റൂല. നീ സഹായിക്ക് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമമായ സഹായം തരട്ടെ. അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ അവനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ.
اللهم اهدني وسددني. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.